സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. മറ്റൊരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയതിനായിട്ട് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സന്തോഷമാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ വചനത്തെ കേൾക്കുവാൻ, അതുപോലെ തന്നെ അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുന്നോ? ഈ 30 മിനിറ്റുകൾ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങളിൽ അത്ഭുതം ചെയ്യുവാനിടയാകും. അത് നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളെ ക്രമപ്പെടുത്തും, നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ നേരായ വഴിയിൽ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും ചെയ്യും. സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വായിക്കുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ആ വചനഭാഗം നമുക്ക് ഒരു നിമിഷം ശ്രദ്ധിക്കാൻ വരൂ. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. നോക്കൂ, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം ഉണ്ടായി. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും എന്ന് പറഞ്ഞ സമയത്ത് ഒരു വലിയ മുഴക്കം കേട്ടു. ഘടഘട എന്നുള്ളതായ ഒരു മുഴക്കം. എന്താണത്? ഞാൻ ചിലപ്പോൾ ഇമാജിൻ ചെയ്യാറുണ്ട്. അതായത് ട്യൂ എന്ന് പറഞ്ഞ ഒരു കൈ വന്നു, ടെയോ എന്നും പറഞ്ഞ് മറ്റൊരു കൈ, ടടടടാ എന്ന് പറഞ്ഞ് കാലുകൾ വരുന്നു, ടടടടാ പറഞ്ഞ് ശരീരം വരുന്നു, ടുടുടുടുടു എന്നും പറഞ്ഞ് മാംസം വരുന്നു, ടറെന്നും പറഞ്ഞ് ഞരമ്പുകൾ വരുന്നു. എത്രയോ ഗ്രാഫിക്സുകൾ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ വരെയും ചിതറിക്കിടന്നതായ ആ അസ്ഥികളെല്ലാം തന്നെ ടകടകടാന്നും പറഞ്ഞ് വലിയൊരു മൂവ്മെന്റ് വരികയാണ്. വലിയ മാറ്റമുണ്ടാകുന്നു. അവിടെ ഒരു ചലനമുണ്ടാകുന്നു. അവിടെ എന്തോ സംഭവിക്കുന്നു. അവിടെ ഒരു ക്രിയ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചില കാര്യങ്ങൾ നടക്കുകയാണ്. ഡിസോർഡറിലായിരുന്നതെല്ലാം ഓർഡറിലേക്ക് വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വരുന്ന സമയത്ത് അതാണ് സംഭവിക്കുന്നത്. ആരാധനയിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരം എവിടെയാണെങ്കിലും മനസ്സ് മറ്റെവിടെയാണ്. ശരീരം എവിടെയാണെങ്കിലും അവരുടെ ചിന്തകൾ മറ്റെവിടെയാണ്. എന്താണെന്ന് വെച്ചാൽ, ചില ആളുകളാണെങ്കിൽ എത്ര വർഷമായിട്ട് വചനം കേൾക്കുന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു, എന്നാൽ അവരുടെ ജീവിതത്തിൽ മാത്രം ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എപ്പോഴാണോ പരിശുദ്ധാത്മാവിന്റെ ക്രിയ നടക്കുന്നത്, അവരുടെ ഹൃദയത്തിലുള്ള പാപങ്ങൾ വെളിപ്പെട്ടു വരും, അവരുടെ അതിക്രമം വെളിപ്പെട്ടു വരും, പാപങ്ങൾ വെളിപ്പെട്ടു വരും, പശ്ചാത്താപം ഉണ്ടാകാനിടയാകും, ശത്രുക്കളോട് നിരപ്പ് പ്രാപിക്കും, മോഷ്ടിച്ചെടുത്തത് തിരികെ കൊടുക്കും, വ്യാജ സർട്ടിഫിക്കറ്റുകൾ വലിച്ചു കീറിക്കളയും. മദ്രാസിൽ നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, IT ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി. 4 ആഴ്ച നമ്മുടെ സഭയിൽ വരുവാനിടയായി. 5-ാമത്തെ ആഴ്ച വന്ന് പറഞ്ഞു, ദേവദാസ, ഞാൻ ജോലി ചെയ്യുന്നതായ എൻ്റെ സ്ഥാപനത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അതുകൊണ്ട് ഈ ജോലി എനിക്ക് ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എനിക്ക് ഡിഗ്രി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാനത് തുടരാൻ ആഗ്രഹിക്കുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലിക്ക് ഞാൻ ലോങ് ലീവ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ ജോലി സമ്പാദിച്ചതുകൊണ്ട് അത് നീതിയല്ല എന്ന് ദൈവം സംസാരിച്ചു. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് സ്നാനപ്പെടുവാനും ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ ഹിതപ്രകാരം തന്നെ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ എനിക്ക് ജോലി കിട്ടിയാൽ മതി. അല്ല എങ്കിൽ ഞാൻ ബസ് കണ്ടക്ടറായിട്ട് തന്നെ തുടർന്ന് ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഒരുപാട് സങ്കടം വന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് നമ്മുടെ സഭയിൽ വന്ന വ്യക്തി ഇപ്പോൾ ബസ് കണ്ടക്ടറായിട്ട് മാറിയിരിക്കുന്നു. ഇന്ന് പല സഭകളിലും പറയുന്ന സാക്ഷ്യം എന്താണ്? ഞാൻ കണ്ടക്ടറായിരുന്നു ഇവിടെ വന്നതായ സമയത്ത്, ഇപ്പോൾ സഭയിൽ വന്നതിന് ശേഷം ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി. ഞാനൊരു കുടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, എന്നാൽ ഈ സഭയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ വലിയ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അയ്യോ, ഈ സഭയിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ? ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ ദൈവം ഇടപെട്ട സമയത്ത് കൈക്കൂലി വാങ്ങിച്ച് ബിൽഡിംഗ് കെട്ടിയതുകൊണ്ട് അത് വിറ്റിട്ട് വീണ്ടും കുടിലിൽ താമസിക്കുന്ന അവസ്ഥ. ഈ സഭയിൽ പിന്നെ ആളുകൾ വരുമോ കർത്താവേ? അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ സാക്ഷ്യം. ഈ ജീവനോപാധിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രമല്ല യേശുവിൽ നാം വിശ്വസിക്കുന്നത്. ഈ ലോകത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയല്ല കർത്താവിൽ നാം ആശ്രയിക്കുന്നത്. അവന്റെ മുൻപ് നീതിയോടെ ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയണം. വ്യാജ സർട്ടിഫിക്കറ്റിൽ വെച്ച് ജോലി സമ്പാദിക്കാൻ പാടില്ല.
കൈക്കൂലി വാങ്ങിച്ച് വീട് പണിയാൻ പാടില്ല. കൈക്കൂലി വാങ്ങിച്ച് വീട് പണിയുന്നതിൻ്റെ വീട് കത്തിപ്പോകുമെന്ന് വചനം പറയുന്നു. എൻ്റെ പിതാവ് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ ആ ഫ്ലാറ്റുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ വീടിന് കുറച്ച് ദൂരമായിട്ട് അച്ഛൻ്റെ മറ്റൊരു കൂട്ടുകാരൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ നാഗാർജുന സാഗർ പ്രോജക്റ്റിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് അവിടെ കല്ല് പൊട്ടിക്കുവാനുണ്ടായിരുന്ന വെടിമരുന്ന് അത് കുറച്ച് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കാനിടയായി. അത് മറ്റുള്ളവർക്ക് മറിച്ച് വിൽക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കുറേ കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുവാൻ ഇടയായി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മാമൻ ഗ്രാമത്തിൽ നിന്ന് വന്ന് അറിയാതെ ബീഡി വലിച്ചിട്ട് ആ ബീഡിക്കുറ്റിയെടുത്ത് അങ്ങോട്ട് എറിയാനിടയായി. പെട്ടെന്ന് വലിയ പൊട്ടിത്തെറിയോടുകൂടി ആ വെടിമരുന്ന് പൊട്ടിത്തെറിക്കുകയാണ്. വീട്, ആ ബിൽഡിങ്, അവിടെ നിന്ന് ആളുകൾ എല്ലാവരും മരിക്കുവാനിടയായി. എത്ര ദാരുണമായ സംഭവം ഓർക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൈക്കൂലിക്കാരൻ്റെ ഭവനം കത്തിച്ചാമ്പലാകുമെന്ന്. എൻ്റെ പിതാവും ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ആ സമയത്ത് കർഷകരോട് അവരുടെ വർക്കുകളെല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കേണ്ടതിന് വേണ്ടി കൈക്കൂലി വാങ്ങുന്നത് പതിവായിരുന്നു. അവർ കെട്ടുകണക്കിന് പണം കൊണ്ട് കൈക്കൂലി കൊടുക്കുമായിരുന്നു. അതുപോലെ ചാക്ക് കണക്കിന് നെല്ലുകൾ, അതുപോലെ പച്ചക്കറികൾ, ഓരോരോ സീസൺ അനുസരിച്ച് പഴവർഗ്ഗങ്ങൾ എല്ലാം തന്നെ വീട്ടിൽ ഇഷ്ടത്തിന് ലഭിക്കുമായിരുന്നു. അതുപോലെ വീട്ടിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി ആ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയായിരുന്നു, അവിടുത്തെ സ്റ്റാഫുകളെയായിരുന്നു നിയോഗിച്ചിരുന്നത്. സർക്കാരിന്റെ ജീപ്പ്, വീട്ടിൽ കൈക്കൂലി കൊടുത്ത് വാങ്ങിയ കാറ്, 2 നിലയിലുള്ള മനോഹരമായ വീട് ആ കാലത്ത് തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ 8 മക്കളായിരുന്നു. ആവശ്യത്തിന് ആഹാരമുണ്ടായിരുന്നു. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം ആ കാലത്ത്. എന്നാൽ ഞങ്ങൾ എത്ര കഴിച്ചാലും ഞങ്ങളുടെ ശരീരം മാത്രം ശോഷിച്ചിരുന്നു. മൂത്ത പയ്യന് പനിയായിട്ട് ആശുപത്രി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തേക്ക് രണ്ടാമത്തവന് ഛർദിയായിരിക്കും, മൂന്നാമത്തവന് വയറ്റിളക്കം. എന്താണ്, എത്ര ഫ്രൂട്ട്സ് കഴിച്ചാലും എന്തെല്ലാം ആഹാരം കഴിച്ചാലും ഇതാണ് അവസ്ഥ. ബൈബിളിൽ പറയുന്നു, കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ച ആഹാരം അത് വായ്ക്ക് മധുരമായി തോന്നുമെങ്കിലും അത് വയറ്റിൽ മണ്ണായി മാറുമെന്ന്. എന്നാൽ എൻ്റെ പിതാവ് മാനസാന്തരപ്പെടുവാനിടയായി. മാനസാന്തരപ്പെട്ട് അതിനുശേഷം 10 വർഷം ജോലി ചെയ്തു. 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആരെങ്കിലും കൈക്കൂലിയുമായിട്ട് വന്നാൽ പറയുവാൻ, നോക്ക്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എനിക്ക് കൈക്കൂലി വാങ്ങുവാൻ കഴിയുകയില്ല. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കഷ്ടത അനുഭവിച്ചിരുന്നു. ഇപ്പോൾ എൻ്റെ കരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് കൈക്കൂലി തരരുത് എന്ന് അഭ്യർത്ഥിക്കുമായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന സാക്ഷ്യം പറയുമായിരുന്നു. അദ്ദേഹം കൈക്കൂലി ഉപേക്ഷിച്ചതിന് ശേഷം വീട്ടിൽ പലപ്പോഴും ആഹാരത്തിന് പോലും ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. കാരണം കൈക്കൂലി വാങ്ങിയതെല്ലാം തിരികെ കൊടുത്തു. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളും ഉണ്ടായിരുന്നു. പിതാവ് പതിവായിട്ട് മദ്യപിച്ച് പാതിരാത്രിക്കായിരിക്കും വീട്ടിൽ വരുന്നത്. ശമ്പളം കിട്ടുന്ന ദിവസം ഫുള്ള് ചീട്ടുകളിയായിരിക്കും അദ്ദേഹം. കുടുംബത്തിൽ ശാന്തിയില്ല, സമാധാനമില്ല. വഴക്കുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അമ്മ പറയുമായിരുന്നു, ഞാൻ വീട്ടിൽ പോവുകയാണ്. അത് കേൾക്കുമ്പോൾ എൻ്റെ അപ്പൻ ഒരു മാല വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കുറേ മാലകളായിട്ടുണ്ട്. എന്നാൽ ദൈവം അത്ഭുതകരമായി എൻ്റെ പിതാവിനെ മാറ്റി. ഞാൻ വിചാരിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് പിതാവിനെ മാനസാന്തരപ്പെടുത്തിയതെന്ന്. എൻ്റെ 18ാമത്തെ വയസ്സിൽ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവത്തിൽ വിശ്വസിക്കാതെ, ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നതായ കാലത്ത് എൻ്റെ പിതാവിൻ്റെ ജീവിതം കണ്ടുകൊണ്ട് ദൈവമില്ല, പിശാചുമില്ല, ജീവിതം ആസ്വദിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിരുന്ന സമയം, എന്നാൽ എൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിന് ശേഷം ദൈവം ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുവാനിടയായി. പിതാവ് മാനസാന്തരപ്പെട്ട ശേഷം വാങ്ങിയ കൈക്കൂലികളെല്ലാം തന്നെ തിരികെ കൊടുക്കുവാനിടയായി. എൻ്റെ അമ്മയോട് പറഞ്ഞു, നോക്ക്, ഈ സ്വർണമെല്ലാം ഞാൻ കൈക്കൂലി കൊടുത്ത് വാങ്ങിയതാണ്, നമുക്കത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ അമ്മ സന്തോഷത്തോടെ കൊടുത്തു. അത് ഭർത്താവിനെ പൊന്നുപോലെയാക്കി ദൈവം തന്നതുകൊണ്ട് ഈ സ്വർണമെല്ലാം തിരികെ കൊടുത്തു. അതിനുശേഷം അവർ 2 പേരും മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വലിയ സമാധാനം വന്നു. ഈ ദിവസം ദൈവത്തിൻ്റെ വേല എനിക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നശിച്ചുപോയിക്കൊണ്ടിരുന്ന എൻ്റെ കുടുംബത്തെ കണ്ടുകൊണ്ട് യേശുക്രിസ്തു രക്ഷ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് മാത്രമാണ്. ഒരു നിമിഷം ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ നിനക്ക് അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടോ? ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ പോവുകയാണോ? എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ? നോക്കൂ, ചില മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു ഉറക്കം വരുന്നത് പോലെ തോന്നും. മറ്റു ചിലരാണെങ്കിൽ, വേറെ ചിലരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇത്രയും നല്ല മെസ്സേജ് കേട്ടതിന് ശേഷം പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ തലകുനിച്ചിട്ട്, കർത്താവേ, ഞാൻ ഉണങ്ങിയ അസ്ഥിയെ പോലെയാകുന്നു, എൻ്റെ ഉള്ളിലേക്ക് നിന്റെ ജീവന്റെ ശ്വാസത്തെ അയക്കണമേ, ആത്മാവിൻ്റെ ജീവൻ നീ നൽകുമാറാകണമേ, എന്നെ നീ ബലപ്പെടുത്തണമേ എന്നു നീ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിന്നിൽ നടക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം നാം കേട്ടതിന് ശേഷം ആ വചനത്തിൽ ഉള്ളതായ ജീവൻ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കേണ്ടതാണ്. നോക്കുക, ഇത്രയും ആളുകൾ കൂടി വന്നിരിക്കുന്ന സമയത്ത് പുറകെ നിൽക്കുന്നതായ വ്യക്തി എനിക്ക് കാണുവാൻ കഴിയുകയില്ല. മുൻഭാഗത്തിരിക്കുന്ന ഒരു 10 ലൈനിലുള്ള ആളുകളെ മാത്രമാണ് എനിക്ക് വ്യക്തമായിട്ട് അവർ കേൾക്കുന്നുണ്ടോ എന്ന് അവരുടെ മുഖം കാണുവാൻ കഴിയുന്നത്. അവിടെയുള്ള ആളുകൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കേൾക്കുന്നുണ്ടോ? വെരി ഗുഡ്, ദൈവം അനുഗ്രഹിക്കട്ടെ.
ചില സമയത്ത് എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. കേൾക്കുന്നതായ വചനം പ്രവർത്തിക്കുന്നുണ്ടോ? എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്ന് പറയുന്നുണ്ടോ? അതേന്ന് പറയുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? തള്ളിക്കളയുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നുണ്ടോ? എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നുണ്ടോ എന്നത്. വെറുതെ വന്ന ഒരു കടമ നിറവേറ്റുന്നത് പോലെ വചനം പറഞ്ഞിട്ട് പോയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവം പറഞ്ഞ വചനങ്ങൾ വന്നു പറയുന്ന സമയത്ത് അവിടെ പ്രവർത്തനം നടക്കുന്നു, അവിടെ മാറ്റം സംഭവിക്കുന്നു, അവിടെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു, മാനസാന്തരം സംഭവിക്കുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അവൻ അവിടെ സംസാരിച്ച സമയത്ത് വലിയൊരു മുഴക്കമുണ്ടായി. അവിടുത്തെ ഡിസോർഡേഴ്സ് എല്ലാം മാറാനിടയായി. ഇന്ന് ദൈവത്തിന്റെ മുൻപിൽ നാം ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ ഡിസോർഡറിലായിരിക്കുന്നു, അതായത് കുടുംബ പ്രാർത്ഥനയില്ല, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നില്ല, അതുപോലെ തന്നെ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ പോവുകയില്ല, ദശാംശം കൊടുക്കുവാൻ തോന്നുകയാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കുകയില്ല, പ്രാർത്ഥിക്കാൻ നല്ല മൂടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല, അതുപോലെ കള്ളം പറയും, തോന്നുമ്പോഴെല്ലാം കള്ളം പറയും. ചില സമയത്ത് കള്ളം പറഞ്ഞാൽ അതിനുവേണ്ടി പശ്ചാത്തപിക്കും. എന്നാൽ ചില സമയത്ത് കള്ളം പറഞ്ഞിട്ട് കർത്താവേ കള്ളം പറയാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് സംസാരിക്കും. അതായത് ജീവിതത്തിൽ യാതൊരു വിശ്വസ്തതയും ഇല്ല, ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥ. അതായത് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി ഏതു രീതിയിൽ ജീവിക്കണമെന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തതായ അവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ ഈ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാകണം. അതിരാവിലെ നാം എഴുന്നേൽക്കുന്ന അതേ സമയത്ത് തന്നെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം, അവൻ്റെ വചനം ധ്യാനിക്കണം, അവൻ്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കണം, ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കണം, മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയണം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് ജീവിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമമുണ്ടാക്കണം. 11-ാമത്തെ വാക്യം വായിക്കാം. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നു അവർ പറയുന്നു. ഇതേപോലെ തന്നെ നാം പറഞ്ഞില്ല എങ്കിലും എൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ കഥ കഴിയാൻ പോകുന്നു. ഞാനിനി പാസ്സാകില്ല, എനിക്കിനി സീറ്റ് കിട്ടില്ല, എനിക്കിനി വീസ കിട്ടില്ല, എനിക്കിനിയൊരു വിടുതൽ ഇല്ല, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല, എൻ്റെ വരുമാനം ഇത്രയേ ഉള്ളൂ, എൻ്റെ ജീവിതം എങ്ങനെ മുൻപോട്ട് പോകും? ചിലർ പറയാറുണ്ട്, ഈ ഒരു ഭാര്യയെ കിട്ടിയതിൽ പിന്നെ എൻ്റെ ജീവിതം നാശമായി. നോക്കുക, നിനക്കുള്ള ഭർത്താവിനെയോ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒരിക്കലും വേദപുസ്തകം പറയുന്നില്ല. അതുകൊണ്ടെന്നാണ് ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിവാഹത്തിന്റെ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. ഒരുപക്ഷേ നീ അബദ്ധത്തിൽ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാതെ ഒരു തെറ്റായ വ്യക്തിയുമായി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുവാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ മനുഷ്യനെ മാറ്റുവാൻ ദൈവം അനുവാദം ഒരിക്കലും നൽകുന്നില്ല. എന്തുകൊണ്ടില്ല? കോടതിയിൽ ചെന്നാൽ വിവാഹമോചനം കിട്ടുമല്ലോ, വേർപിരിഞ്ഞ വ്യക്തികൾക്കും വേറെ വിവാഹങ്ങൾ ഞങ്ങളുടെ ദൈവദാസന്മാർ നടത്തിക്കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞേക്കാം. ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. വ്യഭിചാരികളെയും ദുഷ്ടന്മാരെയും ദൈവം ന്യായം വിധിക്കുവാൻ ഇടയാകും. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടില്ല, എൻ്റെ ഭാര്യ മാനസാന്തരപ്പെടില്ല എന്നാരും പറയാൻ പാടില്ല. കാരണം ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചിരിക്കുന്നു. ദുഷ്ടനായ നിന്റെ ഭർത്താവിനെ, ദുർമാർഗിയായിരിക്കുന്നതായ അനുസരണമില്ലാത്തവളായ നിന്റെ ഭാര്യയെ മാനസാന്തരപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയുകയില്ലേ? എന്താണ് മറുപടി പറയാത്തത്? ഇന്നു തന്നെ ദൈവം മാനസാന്തരപ്പെടുത്താൻ ഇടയാകും. നിന്റെ കുടുംബത്തിൽ ഇന്നു തന്നെ ആ അത്ഭുതം ചെയ്യുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഇതാ ജീവന്റെ ആത്മാവ് വരുന്നുവെന്ന് പറഞ്ഞ ഉടൻ തന്നെ ജീവൻ ആ അസ്ഥികളിലേക്ക് വ്യാപരിച്ചതുപോലെ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതകരമായ പ്രവൃത്തി ചെയ്യുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പ്രതികൂലങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കാം, ഇത് നടക്കുകയില്ല, ഇത് അസാധ്യമാകുന്നു, ഇനിയും യാതൊരു സാധ്യതയും ഇല്ല എന്ന് നിരാശയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഉണങ്ങിയ അസ്ഥികൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അത് ഉടനെ മരിച്ചതല്ല, അത് അഴുകിയതല്ല, വർഷങ്ങളായി ഉണങ്ങിക്കിടക്കുന്നതാണ്. ചിലർ പറയാറുണ്ട്, 25 വർഷങ്ങളായിട്ട് ഞാൻ ഈ അടിമത്തത്തിലാകുന്നു, ഈ പാപത്തിന്റെ അടിമത്തത്തിലാകുന്നു, എങ്ങനെ എനിക്ക് വരാൻ കഴിയും? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ചെറുപ്പം മുതലേ സിഗരറ്റ് വലിച്ച് ഞാൻ ശീലിച്ചതാണ്, അന്നു മുതൽ ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നു, എന്നാൽ എനിക്ക് ഈ പുകവലി ഉപേക്ഷിക്കുവാനേ കഴിയുകയില്ല. സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ട്, എല്ലാം ഞാൻ ഉപേക്ഷിച്ചു, എന്നാൽ ഈ ഒരു ദുശീലം മാത്രം എനിക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല. 25 വർഷമായിട്ട് ദുശീലമായിരിക്കുന്നതായി ഈ പുകവലിയിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ?
എൻ്റെ പിതാവ് 2 കൈ കൊണ്ട് സിഗരറ്റ് മാറി മാറി വലിക്കുമായിരുന്നു. ഒരുപാട് പുക വലിക്കുമായിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം പിന്നീട് ആ സിഗരറ്റ് വലിച്ചിട്ടേയില്ല. ഒരു വ്യക്തിയെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി അത് പുകവലിയുടെ അടിമത്തമാകാം, വ്യഭിചാരത്തിൻ്റെ അടിമത്തമാകാം, ദുഷ്ടപ്രവൃത്തിയുടേതാകാം. അത് എത്ര വലിയ ബലഹീനതയാണെങ്കിലും ശരി, എത്ര വർഷമായിട്ട് നീ ദുശീലത്തിന് അടിമയായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി, നിന്നെ ആ ദുശീലത്തിൽ നിന്ന് വിടുവിച്ചെടുക്കുന്നതിന് വേണ്ടി നിന്നെ സഹായിക്കുവാൻ, നിന്നെ ഒരു ക്ഷണം കൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയൊരു സ്വാതന്ത്ര്യം നൽകി, വിടുതൽ നൽകി, നിനക്ക് പുതിയൊരു ജീവിതം നൽകാനായിട്ട് നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഞങ്ങളുടെ ആശ നശിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പ്രത്യാശയില്ല, ഞങ്ങളുടെ ജീവിതം നശിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ ശവക്കുഴി തുറന്ന്, എന്താണ് അടുത്ത വചനം വായിക്കുന്നത്? എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു, നിങ്ങളെ ശവക്കുഴിയിൽ നിന്നു കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും എന്നാണ് വചനം പറയുന്നത്. ഇത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അക്ഷരികമായി സംഭവിച്ച കാര്യമാണ്. ഒരു കാലത്ത് ഇസ്രായേൽ രാജ്യം എന്ന ഒരു പ്രത്യേക രാജ്യം തന്നെ ഇല്ലാതെയായിരുന്നു. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ അതേ സമയത്ത് തന്നെയായിരുന്നു ഇസ്രായേലിനും സ്വാതന്ത്ര്യം ലഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ അവർ അതിനു മുൻപ് ഇസ്രായേൽ ജനം പല പല രാജ്യങ്ങളിൽ ചിതറിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. വാഗ്ദത്തമുള്ള ജനമായിരുന്നു, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമായിരുന്നു, ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. എന്നാൽ അവർ ദൈവത്തിനെതിരായി നിന്നതുകൊണ്ട് അവർ ചിതറിക്കപ്പെട്ടു. എന്നാൽ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം നിറവേറ്റി. ദൈവം പറഞ്ഞു, നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ വെളിയിൽ കൊണ്ടുവരും. എന്താണ് ശവക്കുഴി? എന്തിനെ സൂചിപ്പിക്കുന്നു? അതിൽ കിടക്കുന്ന വ്യക്തിക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ജീവനുള്ള ഒരു വ്യക്തിയെ പിടിച്ച് ശവക്കുഴിയിലിട്ടാൽ അവൻ അവിടെ കിടന്ന് ചാടുകയും വെളിയിൽ വരികയും ചെയ്യും. എന്നാൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് ശവക്കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ? അനേകം ആളുകൾ ദോഷം കൊണ്ട്, അകൃത്യം കൊണ്ട് മരിച്ചുപോയ അവസ്ഥയിലായിരിക്കുന്നു. ചില ആളുകളെ സംഭവിച്ച് അവരുടെ ജീവിതം മരവിച്ച അവസ്ഥയിലാണ്. എൻ്റെ ജീവിതത്തിലൊരു പ്രത്യാശ ഉണ്ടാകുമോ? എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുമോ എന്ന് യാതൊരു പ്രത്യാശയും അവർക്ക് ഇല്ല. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ശവക്കുഴി ഞാൻ തുറക്കും, നിങ്ങളെ എഴുന്നേൽപ്പിക്കും, നിങ്ങളിലേക്ക് ജീവശ്വാസം ഊതും. അവസാനത്തെ വചനം കൂടി ഒന്ന് വായിക്കാം. 14 വാക്യം വായിക്കുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. അതിനുശേഷം 9 വചനം കൂടി നമുക്ക് ഒരു നിമിഷം വായിക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്നു ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്നു ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞപ്പോൾ അത്രയും സമയം ഉണങ്ങിയതായ അസ്ഥികൂടമായിരുന്നതായ ആ വ്യക്തികളിലെ അസ്ഥികൾ എല്ലാം തന്നെ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. അവയ്ക്ക് ത്വക്ക് വന്നു, മാംസം വന്നു, ശ്വാസം ലഭിച്ചു, ജീവൻ പ്രാപിച്ചു, ഒരു വലിയ സൈന്യത്തെ പോലെ എഴുന്നേറ്റ് നിൽക്കാനിടയായി. അത്രയും സമയം അസ്ഥികൂടങ്ങളെ കൊണ്ട് നിറഞ്ഞ താഴ്വരയായ ശ്മശാന ഭൂമിയായിരുന്നതായ ആ താഴ്വര ഒരു വലിയ സൈന്യത്താൽ നിറയുകയുണ്ടായി. ഒരു വലിയ കൂട്ടം ജനം അവിടെ നിവർന്നു നിൽക്കുവാനിടയായി. അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു അത്ഭുത കാര്യത്തെ ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായിരിക്കുന്നതായ കർത്താവ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നതായ നിങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ചെയ്യുന്നതിന് മതിയായവനാണ്. എവിടെയാണ് ഉണങ്ങിയ അവസ്ഥയായിരിക്കുന്നത്, മരവിച്ചതായ അവസ്ഥയായിരിക്കുന്നത്, മരിച്ച അവസ്ഥയായിരിക്കുന്നത്, ആ വിഷയത്തിൽ അത്ഭുതത്തെ ചെയ്യുന്നതിനു വേണ്ടി ദൈവം തൻ്റെ ജീവശ്വാസത്തെ, മണ്ണുകൊണ്ട് മനുഷ്യന്റെ രൂപത്തെ സൃഷ്ടിച്ചിട്ട് ആ രൂപത്തിൻ്റെ മൂക്കിലേക്ക് ജീവന്റെ ശ്വാസം ഊതിയ സമയത്ത് എന്താണ് പറ്റിയത്? അതിന് ജീവൻ കിട്ടി. അതേ ജീവന്റെ ആത്മാവ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർ ഭയപ്പെട്ട് മുറിക്കുള്ളിൽ അടച്ചിരുന്ന സമയത്ത് കർത്താവ് അവിടേക്ക് വന്നു. കർത്താവ് അവരുടെ നടുവിലേക്ക് വന്നിട്ട് അവരെ കണ്ടു. അതിനുശേഷം കർത്താവ് അവരുടെ മേൽ ഊതാനിടയായി. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞു. എപ്പോഴാണോ കർത്താവ് അവരുടെ മേലേക്ക് ഊതിയത്, എന്നൂതിയ സമയത്ത് ഭീരുവായിരുന്നതായ പത്രോസ്, അതുപോലെ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ, അവർ അതിനുശേഷം എത്ര ധൈര്യത്തോടുകൂടി ദൈവത്തിൻ്റെ വേല ചെയ്തു.
അവർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മാറിയതായിട്ട് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ 12 ശിഷ്യന്മാരും കർത്താവിനെ പുനരുദ്ധാന ശക്തിയെ പ്രാപിച്ചതിന് ശേഷമായി 4 ദിക്കുകളിലേക്കും കടന്നുപോയി ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ കടന്നു ചെന്നു കർത്താവിന് വേണ്ടി വിശ്വസ്ത സാക്ഷികളായി തീരാനിടയായി. അക്കൂട്ടത്തിൽ ഒരു ശിഷ്യനാണ് ആദ്യമായിട്ട് നമ്മുടെ ഭാരതത്തിൽ വന്നതായ തോമസ് സ്ലീഹ എന്ന് പറയുന്നത്. അന്നു മുതലേ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതായ സുവിശേഷ പ്രചരണം ഇപ്പോഴും ലോകത്തിൽ നോക്കുമ്പോൾ 1/3 ഭാഗം മാത്രമേ സുവിശേഷീകരിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ജനം ഇപ്പോഴും സുവിശേഷം വ്യക്തമായി കേട്ടിട്ടില്ല. ഈ ദിവസം ജീവന്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്തതായ നീ ജീവിക്കുന്നതായ കർത്താവിന്റെ സാക്ഷിയായി നിന്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ മുൻപിൽ ജീവിക്കണമെന്ന്. യേശുവിൽ വിശ്വസിക്കുന്നവർ ഇങ്ങനെയായിരിക്കും. യേശുവിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ ജീവിതം ഇങ്ങനെയായിരിക്കും. അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ സമൂഹമായിട്ടുള്ള ബന്ധത്തിൽ, അവരുടെ ജോലി വിഷയത്തിൽ എല്ലാം തന്നെ അവർ കൃത്യനിഷ്ഠ ഉള്ളവരായിരിക്കും, വിശ്വസ്തരായിരിക്കും. അവർ സത്യസന്ധതയുള്ള വ്യക്തികളായിരിക്കും, ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളായിരിക്കും, സഹാനുഭൂതിയുള്ള വ്യക്തികളായിരിക്കും എന്ന് പറയുന്നതിന് വേണ്ടി നിന്നെ കർത്താവിൻ്റെ സാക്ഷി ആക്കുന്നതിന് വേണ്ടിയാണ് ഈ വചനം കേൾപ്പിക്കുന്നത്. ഇതാ ദൈവം പറയാൻ പറഞ്ഞതായ വചനത്തെ പറയുകയാണ്. ഈ ദിവസം ദൈവം തൻ്റെ ജീവശ്വാസത്തെ ഈ സന്ദേശം കേട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അയക്കാൻ പോകുന്നു. എൻ്റെ ബുദ്ധിയിൽ നിന്ന് വന്ന വചനമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്നു ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ദയവ് ചെയ്ത് തലകളെ വണക്കുക. ഈ സമയത്ത് ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിന്റെ ജീവൻ എനിക്ക് വേണം. നീ ഇല്ലാത്ത ജീവിതം ഒരു ശവക്കുഴിയാണ്. ഇപ്പോൾ തന്നെ നീ എന്നെ ദർശിക്കണമേ. ഈ സമയത്ത് നിന്റെ ജീവന്റെ ശ്വാസം എന്നിലേക്ക് ഊതണമേ അപ്പ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളായിരിക്കുന്നതായ സ്ഥലങ്ങളിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിൽക്കുക. ശിരസ് മുതൽ പാദം വരെയും നിങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിന് വേണ്ടി, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, ക്ഷയിച്ചുപോയ അസ്ഥികളെ, ക്ഷയിച്ചുപോയ ശരീരഭാഗങ്ങളെ, രോഗമുള്ള ഭാഗങ്ങളെ, നശിച്ചുപോയ ഹൃദയത്തെ ശരിയാക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യയിൽ സഞ്ചരിക്കുന്നു. നിന്റെ ആത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. നിന്റെ കൃപ എനിക്ക് ലഭിച്ചാൽ മതി കർത്താവേ. നിന്റെ ആത്മാവിനെ എനിക്ക് നൽകിയാൽ മതിയപ്പാ. നിന്റെ ജീവശ്വാസം എന്നിലേക്ക് അയക്കണമേ. എൻ്റെ ഉണങ്ങിപ്പോയ അസ്ഥികൾ എല്ലാം തന്നെ നീ ജീവിപ്പിക്കണമേ. എന്നെ ജീവിപ്പിക്കണമേ. എന്നെ ജീവിപ്പിക്കണമേ യേശുവേ. നിന്റെ സാക്ഷിയായിട്ട് എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ പൈതലായിട്ട് എന്നെ നീ ജീവിപ്പിക്കണമേ. സമൃദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് എൻ്റെ ജീവിതത്തെ നീ മാറ്റണമേ. എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം നീ മാറ്റിയെടുക്കണമേ. എന്നോട് മനസ്സലിയണമേ. നിന്റെ ജീവശ്വാസം എന്നിലേക്ക് നീ ഊതണമേ അപ്പാ. എന്നെ നിവർത്തി നിർത്തണമേ കർത്താവേ. എന്നെ നിന്റെ സാക്ഷിയായിട്ട് നീ നിർത്തുമാറാകണം. എല്ലാ വ്യക്തികളും വായ തുറന്നുകൊണ്ട് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കുക. നീ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. ഏത് അസ്ഥിയാണോ ഉണങ്ങിയിരിക്കുന്നത്, ഏത് രോഗത്തിൻ്റെ അവസ്ഥയാണോ നിന്നിലുള്ളത്, ഏത് കഷ്ടതയാണ് നിനക്കുള്ളത്, ഏത് നിരാശയാണ് നിനക്കുള്ളത്, ഏത് ഭാഗത്തിലാണ് നീ പരാജയപ്പെട്ടത്, എവിടെയാണ് നിനക്ക് ആശ നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ നീ ഭാരപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് നീ വിചാരിക്കുന്നത്, ആ വിഷയത്തെ ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയുക. ജീവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് കടന്നു വരികയാണ്. വരുവാനായിട്ട് ക്ഷണിക്കുക. എൻ്റെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കണമേ. എൻ്റെ അന്തരംഗത്തിലേക്ക് പ്രവേശിക്കണമേ കർത്താവേ. എന്നെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ചിതറിക്കിടക്കുന്ന എൻ്റെ കുടുംബത്തെ നീ പണിയണമേ. ചിതറിക്കിടക്കുന്ന എൻ്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഡിപ്രഷനിലായിരിക്കുന്ന എന്നെ നീ സുഖപ്പെടുത്തണമേ. നിരാശയിലായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരണമേ. എൻ്റെ ജീവിതത്തിൽ ഭയമുണ്ടാകിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് കർത്താവേ ഇനി ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ജീവിതം നശിക്കാൻ പോവുകയാണെന്ന് പറയുന്ന വ്യക്തികളെ നീ ദർശിക്കണമേ. എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നീ അനുഗ്രഹം നൽകണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു ഗതിയും ഉണ്ടാവുകയില്ലെന്ന് പറയുന്ന വ്യക്തികളുടെ ജീവിതത്തെ നീ ഒന്ന് നോക്കണമേ. അവരുടെ മേലേക്ക് നീ ജീവന്റെ ശ്വാസത്തെ ഊതണമേ. ഞാൻ ഫലം കായ്ക്കും. ഞാൻ കർത്താവിന് വേണ്ടി ജീവനുള്ള സാക്ഷിയായിട്ട് നിൽക്കും.
എന്ന ധൈര്യത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ അവരെ സഹായിക്കണമേ. എൻ്റെ ജീവിതം ഉണങ്ങിപ്പോയിരിക്കുന്നു. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. എൻ്റെ കുടുംബം തകർന്നു പോയിരിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം നശിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ മുഴുവൻ കടബാധ്യതകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിരാശയാകുന്നു. എൻ്റെ ജോലി വിഷയത്തിൽ എനിക്കൊരു നന്മ കാണാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതം എന്തായിത്തീരും, എൻ്റെ ഭാവി എന്തായിട്ട് തീരും എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന എല്ലാവരുടെയും ജീവിതത്തെ നീ ദർശിക്കണമേ യേശുവേ. നിന്റെ ആത്മാവിനെ അയച്ച് എഴുന്നേൽപ്പിക്കണമേ. ജീവശ്വാസം അവിടെ ഉള്ളത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഉണങ്ങിപ്പോയ അസ്ഥികളുടെ താഴ്വരയിൽ വലിയൊരു മുഴക്കം കേട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു പ്രവൃത്തി ജീവിതത്തിൽ കൊടുക്കണമേ അപ്പാ. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവേ, നീ നൽകിയ പ്രവചനമനുസരിച്ച് ജീവന്റെ ശ്വാസം 4 ദിക്കുകളിൽ നിന്നും ഇവരുടെ ഉള്ളത്തിലേക്ക് ഇപ്പോൾ കടന്നു വരണമേ. ഇവരിലേക്ക് കടക്കണമേ. എൻ്റെ ഉള്ളത്തിലേക്ക് നിന്റെ ജീവന്റെ ശക്തി കടന്നു വന്നിരിക്കുന്നു. എന്നെ എൻ്റെ കർത്താവ് ജീവിപ്പിച്ചിരിക്കുന്നു. അവൻ എന്നെ തൊട്ടിരിക്കുന്നു. അവൻ എന്നെ ടച്ച് ചെയ്തിരിക്കുന്നു. എനിക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. എൻ്റെ പഴയ ജീവിതം മാറിയിരിക്കുന്നു. എനിക്കൊരു പുതിയ ശക്തി നൽകിയിരിക്കുന്നു. ഒരു പുതിയ ജീവിതം തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ള സാക്ഷ്യത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ എല്ലാ വ്യക്തികളെയും കർത്താവേ നീ സഹായിക്കണമേ. അങ്ങയുടെ സാക്ഷിയായി തീരുവാന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ ഇപ്പോൾ തന്നെ ഫോൺ ചെയ്തോ കത്തയച്ചോ ഞങ്ങളെ അറിയിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. ഈ രീതിയിൽ ദൈവത്തിന്റെ വചനശുശ്രൂഷയുമായുള്ള കാര്യപരിപാടികൾക്കായി ഒരുപാട് ചിലവും പ്രയാസവും ഉള്ളതുകൊണ്ട് ഈ പ്രോഗ്രാമുകളിൽ നിങ്ങളും ഭാഗവാക്കായിക്കൊണ്ട് അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആശിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഭാവനയും സഹായവും ഓൺലൈനിൽ കൂടിയോ DDMO കൂടിയോ ഞങ്ങൾക്ക് അയച്ചു തരാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്കായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് മനസ്സിലാക്കുക. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. വഞ്ചിക്കപ്പെട്ടുവോ? വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടുവോ? മനുഷ്യരെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടുവോ? വിശ്വസ്തനായ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല. അവൻ്റെ നാമത്തിൽ എത്ര വലിയ ജയമുണ്ടെന്ന്, എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറാനുള്ള അവസരം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നന്ന്. ഒരു മനുഷ്യനും വിശ്വാസയോഗ്യൻ അല്ല, എന്നാൽ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. അവന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയവിശുദ്ധിയെ കാത്തുസൂക്ഷിക്കുക. ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും വിവരങ്ങളും അറിയിക്കുക. ഫോൺ ചെയ്യുക, കത്തയക്കുക, SMS കൂടിയും ഇമെയിലിൽ കൂടിയും അയക്കുക. ഏതു രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചാലും ശരി, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുത കാര്യങ്ങൾ ചെയ്യും. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. Kalvari darisana
യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ